വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, കൊച്ചേട്ടൻ്റെ ജീവിതത്തെയും ചിന്തകളെയും കുറിച്ചുള്ള അതിൻ്റെ പല അടരുകൾ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അതിൻ്റെ വേറൊരു ആംഗിളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനാണ് വിചാരിക്കുന്നത്. കൊച്ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ഏറ്റവും അധികം ഇടപഴകിയിട്ടുള്ളൊരു മേഖല മലബാർ മേഖലയാണ്. മലബാറിലെ ധാരാളം വേദികളിൽ, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വേദികളിൽ അദ്ദേഹം നിരന്തരമായി വരാറുണ്ടായിരുന്നു. എന്നെ പോലുള്ള ആളുകൾക്ക്, എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ കൊച്ചേട്ടനെ മനസ്സിലാക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. മാധ്യമം ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്നു. മലബാറിലെ ധാരാളം വേദികളിൽ അദ്ദേഹം സജീവമായി പങ്കാളികളാകുന്നു. ആ സമയത്താണ് അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായ അടുപ്പവും സ്നേഹവും രൂപപ്പെടുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബാബുരാജുമൊക്കെ ഒരേ സമയം ആ ഒരു വായനാവൃത്തത്തിലേക്കും അങ്ങനെ ഒരു കേൾവിക്കാരിലേക്ക് വരുന്ന ഒരു ഘട്ടമായിരുന്നു. കൊച്ചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടൊരു സംഗതി, നമ്മൾ സാധാരണ പ്രാക്സിസ് എന്ന ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ദർശനത്തിൻ്റെയും പ്രായോഗികതയുടെയും ഒരു മിശ്രണത്തെ കുറിക്കാനാണ് ആ വാക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. കൊച്ചേട്ടൻ കുറേ ദാർശനികവും തത്വചിന്താപരവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായി എഴുതുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു പോയ ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല. തൻ്റെ ചിന്തകൾക്കനുസൃതമായിട്ടുള്ള സംഘാടനം, സാമൂഹിക സംഘാടനം അല്ലെങ്കിൽ സാമുദായിക സംഘാടനം, മനുഷ്യ സംഘാടനം എന്ന് പറയുന്ന പ്രായോഗികതയുടെ മണ്ഡലത്തിലേക്ക് കൂടി പ്രവേശിച്ച ആ ഒരു മേഖലയിൽ വലിയ തോതിലുള്ള പ്രയത്നങ്ങൾ നടത്തി, അധ്വാനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അതിൻ്റെ ആ ഒരു രംഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ നിലയ്ക്കൊരു പ്രാക്സിസിൻ്റെ, തത്വചിന്തയുടെയും പ്രയോഗ പദ്ധതിയുടെയും ഒരു സമന്വിത രൂപം എന്ന എന്നതാണ് കൊച്ചേട്ടന് ഞാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓഫ് കോഴ്സ് നമുക്ക് പല സന്ദർഭങ്ങളിലും പല സ്വഭാവത്തിലുള്ള സംവാദങ്ങളും തർക്കങ്ങളും വിയോജിപ്പുകളും ഒക്കെ അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. അത്തരം സംഗതികളിലൊക്കെ ധാരാളം തർക്കിച്ചിരിക്കുവാൻ, ധാരാളം സംസാരിച്ചിരിക്കുവാനും തർക്കിച്ചിരിക്കുവാനും സംഭാഷണത്തെ ഒരു മനോഹരമായ കലാരൂപമാക്കി, മനോഹരമായ ഒരു മാധ്യമമാക്കി വികസിപ്പിക്കാനും സാധിച്ച ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. ഞാനെപ്പോഴും ഓർക്കുന്നൊരു കാര്യം അതാണ്. ചില മനുഷ്യരുമായിട്ടുള്ള സംഭാഷണം എന്ന് പറയുന്നത് നമുക്ക് നല്ല അനുഭൂതി നൽകുന്ന ഒരു സംഗതിയായിരിക്കും. ഒരർത്ഥത്തിൽ ആത്മീയമായൊരു അനുഭൂതി നൽകുന്ന ഒരു സംഗതിയായിരിക്കും സംഭാഷണം വ്യക്തിപരമായി ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഭാഷണം എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ മനോഹരമായി ഉപയോഗിക്കാൻ ശേഷിയുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു സന്ദർഭമുണ്ട്. കോഴിക്കോട് ഒരു മുറിയിൽ ദീർഘനേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അർത്ഥത്തിൽ മുറുകിയ സംസാരമാണ്. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നതിനേക്കാൾ കൂടുതൽ വിയോജിപ്പുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരികയാണ്. ആ പഴയ നോക്കിയയുടെ ഫോണുണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഡിസ്ട്രസ് കോളായിരുന്നു. ഒരു അദ്ദേഹത്തിൻ്റെ മുഖഭാവം നമുക്ക് മനസ്സിലാവും. പിന്നെയാണത് അദ്ദേഹത്തിൻ്റെ കാഞ്ഞങ്ങാടുള്ള സഹോദരി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു, അത് സംബന്ധമായിട്ട് വിളിക്കണം. അപ്പം ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് കാഞ്ഞങ്ങാടേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കാഞ്ഞങ്ങാട് പോയതിന് ശേഷം അദ്ദേഹം വിളിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പ്രാക്സിസിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.
വലിയ താത്വികമായിട്ടുള്ള തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വളരെ പെട്ടെന്നൊരു ഗൃഹസ്ഥനായി, ഒരു കുടുംബസ്ഥനായി, ഒരു സഹോദരനായി, സഹോദരിയെ അറ്റൻഡ് ചെയ്യുന്ന സഹോദരിയുടെ കാര്യം വന്നപ്പോൾ അതിനകത്ത് വളരെ പെട്ടെന്ന് മറ്റൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു റെസ്പോൺസിബിൾ ബ്രദർ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് ഉയരുന്ന ആ മനുഷ്യനെ ഞാൻ ആ സന്ദർഭത്തിൽ കാണുന്നുണ്ട്. ആ നിലക്ക് ഞാൻ പറയും തത്വചിന്തയുടെയും പ്രയോഗ പദ്ധതിയുടെയും ഒരു സമന്വിത വ്യക്തിത്വം കൊച്ചേട്ടനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പല ഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ പല അടരുകൾ പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നുന്നത് ഈ ഒരു സംഗതിക്കാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു മലബാറിലെ മനുഷ്യരുമായി അദ്ദേഹം നടക്കുകയില്ല, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളുമായി അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അതൊരു ലേറ്റർ സ്റ്റേജിലാണെങ്കിലും ഇടപഴക്കം ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് കൊച്ചേട്ടനെ സ്നേഹിക്കുന്നവരോ ഏതളവിലത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ മുസ്ലിം ബൗദ്ധികതയെ, മുസ്ലിം ഇൻ്റലക്ച്വൽ കൾച്ചറിൽ അവർ വളരെ ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി എനിക്ക് തോന്നുന്നു കൊച്ചേട്ടനുമായിട്ടുള്ള സൈദ്ധാന്തികമായ സമ്പർക്കങ്ങളെ അവർ നിശ്ചയമായിട്ടും കാണുന്നുണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി കൊച്ചേട്ടൻ്റെ ബൗദ്ധികമായ സംഭാവനകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഏരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രമാണ്. ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അക്കാഡമിക് ഹിസ്റ്റോറിയനാണ് എല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ചരിത്രത്തെ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്, വലിയ തോതിൽ കൈവച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ ഒരർത്ഥത്തിൽ ഉള്ളം കയ്യിലെടുത്ത് സംസാരിക്കുവാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ അത്യന്തം ആഴമുള്ള പ്രകമ്പനശേഷിയുള്ള ധാരാളം അടരുകളുള്ള അധ്യായങ്ങളുള്ളൊരു സമൂഹമാണ്. പക്ഷെ അതിലേക്ക് ചെല്ലുവാൻ, അതേക്കുറിച്ച് അഭിമാനബോധത്തോടു കൂടി സംസാരിക്കുവാൻ പലപ്പോഴും അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മമ്പുറം തങ്ങൾ എന്ന് പറയുമ്പോൾ, മമ്പുറം തങ്ങൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ, മമ്പുറം തങ്ങൾ എന്ന് പറയുമ്പോൾ അസുഖം വരുമ്പോൾ, മാറാവ്യാധികൾ വരുമ്പോൾ ആളുകൾ മമ്പുറത്ത് പോയി പ്രാർത്ഥിക്കും, നേർച്ചകളിടും. അതിലപ്പുറം മമ്പുറം തങ്ങൾ എന്ന് പറയുന്ന ആ വ്യക്തിത്വം, മമ്പുറത്ത് അടക്കം ചെയ്യപ്പെട്ട മമ്പുറം തങ്ങളും കൂടാതെ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന തങ്ങളുണ്ട്, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ നാടുകടത്തുകയാണ് ചെയ്യുന്നത്. നാടുകടത്തിയ ശേഷം അദ്ദേഹം ഇസ്തംബൂളിലേക്ക് പോകുന്നു. ഈ ഓട്ടോമൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ അദ്ദേഹം ഉയർന്ന ഉദ്യോഗങ്ങൾ വഹിക്കുന്നു. അവസാനം ഫസൽ പാഷ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബറിടം ഇപ്പോഴും ഇസ്തംബൂളിൽ പ്രത്യേകമായി പരിരക്ഷിക്കപ്പെട്ടത് കാണാൻ പറ്റും. അപ്പോൾ സയ്യിദ് ഫസൽ തങ്ങൾ അദ്ദേഹം ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെടുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയും ജന്മിത്വത്തിനെതിരെയും സംസാരിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹം മമ്പുറം പള്ളിയിൽ വെച്ച് ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം സാധാരണ ഉദ്ധരിക്കപ്പെടാറ്, അദ്ദേഹം പറയുന്നത് 3-4 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ മുതലാളിമാരെ തിരുമേനി എന്ന് വിളിക്കരുത്. തിരുമേനി എന്ന് വിളിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ മേനിയും ഒരേപോലെയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ ഉച്ഛിഷ്ടം ഭക്ഷിക്കരുത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കാളയുടെ കഴുത്തിൽ നിന്ന് നുകമെടുക്കുമ്പോൾ തന്നെ കൂലി ചോദിക്കണം. നാലാമത് പറഞ്ഞ കാര്യം, വെള്ളിയാഴ്ച ജോലിക്ക് പോകാൻ അവർ നിർബന്ധിച്ചാൽ നിങ്ങൾ പോകരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം നാടുകടത്തപ്പെടുന്നുണ്ട്.
പക്ഷെ ഇത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അധികാരമേറ്റെടുത്തപ്പോൾ ആദ്യം പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇനിമേൽ കുമ്പിളിൽ കഞ്ഞിയില്ല എന്നാണ്. ഇനിമേൽ കുമ്പിളിൽ കഞ്ഞിയില്ല എന്നാണ്. അപ്പോൾ കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുന്നത് ആ ചരിത്ര സന്ദർഭത്തിൽ അതിൻ്റെ സ്ഥാനം എന്തായിരുന്നു നമുക്ക് ഓർക്കാവുന്നതാണ്. ഞാൻ ഈ നിലക്കുള്ള ധാരാളം അനുഭവങ്ങളുടെ വലിയൊരു സമുദ്രം മലബാറിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ വളരെ അടുത്ത ഭൂതകാലത്ത് തന്നെ ഉണ്ടായിരുന്നു, വിദൂരമായതോ ഭൂതകാലത്തല്ല. പക്ഷെ അത്തരം സംഗതികളെ മനസ്സിലാക്കുവാനും അതിനെ പുതിയ കാലത്ത് അത് ഉയർത്തിക്കൊണ്ട് വരാനും പുതിയ കാലത്തുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള തങ്ങളുടെ പ്രയോഗ പദ്ധതികൾക്ക് അത് ഊർജ്ജമാക്കിയെടുക്കുവാനും ഇന്നത്തെ മുസ്ലിം ചെറുപ്പത്തെ സജ്ജമാക്കുന്നതിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കൊച്ചേട്ടൻ്റെ വൈജ്ഞാനികമായിട്ടുള്ള അവരുമായിട്ടുള്ള സമ്പർക്കം, അല്ലെങ്കിൽ കൊച്ചേട്ടനുമായിട്ടുള്ള അവരുടെ സമ്പർക്കം, അങ്ങനെ പറയുന്നതായിരിക്കും ശരി. കൊച്ചേട്ടനെ പോലുള്ള മനുഷ്യരുമായിട്ടുള്ള അവരുടെ സമ്പർക്കം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ അനുഭവങ്ങളെ കാണുന്നത്. അത് കൊച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് സംസാരിച്ചൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പുതിയ യൗവനം അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടിരുന്നു, പാഠം ഉൾക്കൊണ്ടിരുന്നു. അതിൻ്റെ ഊർജത്തിൽ അവർ നടത്തിയിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള ഇടപെടലുകൾ അത് അങ്ങേയറ്റം ആഴമുള്ള, ഞാൻ പറയുന്നു, ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൗദ്ധികവും പ്രായോഗികവുമായിട്ടുള്ള മുന്നേറ്റത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള കാര്യമായിരുന്നു. ഒരുപക്ഷെ ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് സാമാന്യമായി കൊച്ചേട്ടനെ കുറിച്ചുള്ള ഒരു അനുസ്മരണ ലേഖനത്തിൽ ഇതേക്കുറിച്ച് ഒരുപക്ഷെ പരാമർശിക്കപ്പെട്ടുകൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ കൊച്ചേട്ടൻ തന്നെയും അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല, പറഞ്ഞു കൊള്ളണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ, ലേഖനങ്ങളെക്കുറിച്ച് പോലുമല്ല പറയാം, അദ്ദേഹത്തിൻ്റെ ഇടപഴക്കങ്ങൾ ഒരു മുസ്ലിം പ്രതിനിധി എന്നുള്ള നിലയിൽ മുസ്ലിം വിഷയങ്ങളെക്കുറിച്ച്, അത് എന്താണ്, സാധാരണ മുസ്ലിം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാമാന്യമായിട്ട് ആളുകൾ മുസ്ലിം എന്ന വാക്കുപോലും ഉപയോഗിക്കില്ല. ന്യൂനപക്ഷ പ്രശ്നം എന്നൊക്കെയാണ് പറയുക. ന്യൂനപക്ഷ പ്രശ്നം എന്ന് പറയും. എന്നുവെച്ചാൽ മുസ്ലിം പ്രശ്നം എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു വൈക്ലഭ്യം മുസ്ലിങ്ങളായ ആളുകൾക്ക് തന്നെ ഉള്ള ഒരു ഇതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം പ്രശ്നം എന്ന് പറയുന്നത് ന്യൂനപക്ഷ പ്രശ്നമേ അല്ല. കാരണം ന്യൂനപക്ഷ പ്രശ്നമാണെങ്കിൽ സമാനമായ പ്രശ്നം പാഴ്സികൾക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. മുസ്ലിം പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം പ്രശ്നം തന്നെയാണ്. അതങ്ങനെ തന്നെ പറയുമ്പോഴാണ് സത്യസന്ധമായ ആ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ പറയുക എന്നുള്ളതാണ് അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ആദ്യത്തെ പടി എന്ന പാഠം പഠിപ്പിച്ചവരിൽ ഗുരുസ്ഥാനീയനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കൊച്ചേട്ടൻ്റെ പേര് പറയും. ഞാൻ പറയുന്നുള്ള എൻ്റെ തലമുറയിൽപ്പെട്ട മുസ്ലിം ചെറുപ്പം അത് പറയും. ആ ഒരു എന്താ പറയുക, വൈജ്ഞാനികമായ ഐക്യദാർഢ്യം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷേ ഞാൻ സമയപരിധി അതിലേക്ക് പോകുന്നില്ല. വൈജ്ഞാനികമായ ഐക്യദാർഢ്യത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്നുകൊണ്ടാണ് ഞാനിവിടെ വന്നത്, സംസാരിക്കുന്നത്. എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. കൊച്ചേട്ടൻ്റെ സ്മരണക്ക് മുമ്പിൽ അങ്ങേയറ്റത്തെ ബഹുമാനം. ചരിത്രപരമായി രണ്ട് ജനതകളെ വൈജ്ഞാനികമായി ബന്ധിപ്പിച്ച ആ വലിയൊരു കണ്ണിയുടെ ഓർമ്മ, ആ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കാരം.